ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലത്ത് ഒരു മിനിറ്റ്, ഞാൻ ഈ ഗ്ലാസ് ഒന്ന് തൊട്ടോട്ടെ. നല്ല വെയിൽ. യെസ്, ഇത് ഞാൻ ഒറ്റപ്പാലത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിക്കാൻ വന്നതാണ്. മോളെ കാറിൽ തന്നെ ഉറക്കി. ലൂക്കിയും മോളും കാറിലാണ്. അമ്മ ഷോപ്പിങ്ങിന് പോയിരിക്കണം. അപ്പോൾ അമ്മ വന്നിട്ട് വേണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലഞ്ചിന് ഇറങ്ങാനായിട്ട്. ഇവർക്ക് വേണ്ടി കാവലിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ അമ്മ വന്നു. കുട്ടികളെ അമ്മയുടെ അടുത്തും ഏൽപ്പിച്ചിട്ട് ഞാനും വിഷ്ണുവും ലഞ്ചിനേക്ക് ഹോട്ടലിലേക്ക് കയറാൻ നിന്നു. ഇത് ഞങ്ങളുടെ ബ്രദർ സജസ്റ്റ് ചെയ്തൊരു ഹോട്ടലാണ് ഒറ്റപ്പാലത്ത്. ഇവിടെ നല്ല ലൈവ് വെള്ളയപ്പവും ബീഫൊക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ശരി അതൊന്ന് ട്രൈ ചെയ്യണമല്ലോ, നാട്ടിൽ വന്ന സ്ഥിതിക്കെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. ഇതാണ് ഹോട്ടലിൻ്റെ പേര്, അറേബ്യൻ ഗ്രിൽ ഫ്രൈ. ഒരു ഫാമിലി റെസ്റ്റോറൻ്റാണ്, ഡീസൻ്റാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോകാം. യെസ്, അങ്ങനെ ഞാൻ ഉള്ളിൽ കയറിയിരുന്നു. എൻ്റെ ഓർഡറും കൊടുത്തു. ഞാൻ ഓർഡർ ചെയ്തത് നൂൽ പൊറോട്ടയും ബീഫ് റോസ്റ്റുമാണ്. വെള്ളയപ്പം ഇന്നില്ല, അതായിരുന്നു. ആക്ച്വലി ലൈവ് വെള്ളയപ്പം കിട്ടാത്തപ്പോൾ എനിക്കിഷ്ടമുള്ള നൂൽ പൊറോട്ട ഓർഡർ ചെയ്തു. ആകെ 60 സബ്സ്ക്രൈബർ മാത്രമുള്ള ഞാൻ എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നതാണ് വിഷ്ണുവിടെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ്സ് ഫൈൻ. ഞാൻ ഓർഡർ ചെയ്ത നൂൽ പൊറോട്ടയും ബീഫും വന്നു. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഒരു അയല ഫ്രൈയും ഓർഡർ ചെയ്തു. ആക്ച്വലി ഞാൻ ഫിഷ് മീലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ വരേണ്ട ഫ്രൈ ആണ്, കുറച്ച് നേരത്തെ വന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എനിക്ക് നൂൽ പൊറോട്ടയും ബീഫ് റോസ്റ്റും ഭയങ്കര ഇഷ്ടമായി. പക്ഷേ യുണീക്കാണോ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അല്ല. കാരണം ഞാൻ കുറേ വേറെ മലയാളി റെസ്റ്റോറൻറ്റ്സിൽ കഴിച്ച അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. നല്ലൊരു ഫുഡ് തന്നെയാണ്, നല്ല ടേസ്റ്റായിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടെയും കിട്ടാത്തൊരു സാധനമൊന്നും ആയിരുന്നില്ല. നല്ല ടേസ്റ്റിയുള്ള ഭക്ഷണം, ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്നതാണ്. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഫിഷ് മീൽ വന്നത്. ഞാൻ ഓർഡർ ചെയ്തത് ഫിഷ് മീൽ അയില കറിയാണ്, പിന്നെ അയില ഫ്രൈയും നേരത്തെ വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ കുറച്ച് ചോറ് സെർവ് ചെയ്തു പോയി. എന്നിട്ടാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. എനിക്ക് ഓർമ്മ വന്നിട്ട് ഞാൻ വീണ്ടും കവർ ചെയ്ത ഫുട്ടേജാണിത്. അതെ, ചോറും അയിലക്കറിയും പിന്നെ അയില വറുത്തതും പിന്നെ കുറേ ഉപ്പേരി കൂട്ടൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അപ്പോൾ നൂൽ പൊറോട്ടയും ഇതും കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? യെസ്. ആദ്യം തന്നെ ഞാൻ ചോറും മോരും ആണ് കൂട്ടിയത്. എനിക്ക് ആ മോര് കണ്ടപ്പോൾ കഴിക്കാൻ എനിക്ക് ഭയങ്കര കൊതി തോന്നി. ആക്ച്വലി എനിക്ക് മോര് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ടാണ് ഞാൻ അതിൽ മീൻ കറി മേലെ ഒഴിച്ച് കഴിച്ചത്. അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. ആക്ച്വലി ഫിഷും കേർഡും കഴിക്കാൻ പാടില്ല എന്ന് പറയും, പക്ഷേ ഞാൻ കഴിക്കാറുണ്ട് യൂഷ്വലി. എനിക്കത് ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പിന്നെ ഞാൻ ആക്ച്വലി കിട്ടിയ മീൻ കറി അതിൻ്റെ കൂടെ തന്നെ ഒഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് മീൻ കറി വല്ലാതെ ഇഷ്ടമായി. നല്ല ടേസ്റ്റായിട്ടുള്ള മീൻ കറിയായിരുന്നു. എനിക്ക് പൊതുവേ ഈ മീൻ കറിയിൽ മാങ്ങയൊക്കെ ഇട്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. ആ പുളി കിട്ടണം എനിക്ക്. അതുപോലുള്ള എൻ്റെ ഇഷ്ടപ്പെട്ട മീൻ കറിയായിരുന്നു. എനിക്ക് അവിടെ ഔട്ട്സ്റ്റാൻഡിങ് ആയി തോന്നിയതും മീൻ കറിയായിരുന്നു. മീൻ പൊതുവേ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ കറി എൻ്റെ അമ്മ ഒരു രക്ഷയുമില്ല. അതിൻ്റെ കൂടെ വന്ന ഫിഷ് ഫ്രൈയും മീൻ കറിയും ചോറും മൂന്നും കൂടി കുഴച്ചിട്ടായിരുന്നു ഞാൻ അവിടുത്തെ ഭക്ഷണം കഴിച്ചു തീർത്തത്. തൈരില്ലാതെ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റായിരുന്നു. ആര് വന്നാലും തീർച്ചയായിട്ടും ഈ അടിപൊളി മീൻ കറി നിങ്ങൾ ട്രൈ ചെയ്യണം. അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ മീൻ കറി. തന്നെ ഞാനൊരു ഓറഞ്ച് ജ്യൂസും വിഷ്ണു ഒരു ആപ്പിൾ ജ്യൂസും ഓർഡർ ചെയ്തു. എൻ്റെ ഓറഞ്ച് ജ്യൂസ് നന്നായിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വിഷ്ണുവിൻ്റെ ആപ്പിൾ ജ്യൂസ് തീരെ ഇഷ്ടമായില്ല. അതിൽ പാലൊക്കെ ഒഴിച്ചപ്പോൾ, എനിക്ക് പൊതുവേ ആപ്പിൾ ജ്യൂസ് ഇഷ്ടമല്ല, അതിലും പാലൊക്കെ ഒഴിച്ചപ്പോൾ അത് ഇനി നശിപ്പിച്ചു. എനിക്ക് ഓറഞ്ച് ജ്യൂസാണ് ഇഷ്ടമായത്. അപ്പോൾ ഞാൻ അതും കുടിച്ചുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ ഫിഷ് മീൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളും തീർച്ചയായും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫിഷ് കറി ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ ഒന്ന് പറയണം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ തൽക്കാലം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ചെറിയൊരു പേജാണ്, ഞാൻ ഇപ്പോഴാണ് ബിഗിൻ ചെയ്തിരിക്കുന്നത് വീഡിയോസൊക്കെ ഇടാനായിട്ട്. അപ്പോൾ എന്ത് ഇമ്പ്രൂവ് ചെയ്യണം, എന്ത് ഇഷ്ടമായി എന്ത് ഇഷ്ടമായില്ല എല്ലാം നിങ്ങൾ പറയണം. ഒരു സെലിബ്രിറ്റി അല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേജിനെ ഒഴിവാക്കി കളയരുത്. എൻ്റെ യൂട്യൂബ് ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്യുക.
അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.